ജോഷില കൂടി ഉണ്ടല്ലോ അന്ന. അതെ, ജോഷില അബ്ദുൾ റഹീമിന്റെ നാട്ടിൽ നിന്ന്. അതെ, റഹീമിന്റെ നാട്ടിൽ നിന്നാണ്. നമുക്ക് അറിയാവുന്നതാണ് ജോഷില, ഈ കാര്യത്തിൽ റഹീമിന്റെ കുടുംബം മാത്രമല്ല കാത്തിരിക്കുന്നത്. നമ്മൾ മലയാളികൾ എത്രയോ ആളുകൾ വളരെ കൂട്ടായ ഒരു പരിശ്രമം ഇതിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഒരുമിച്ച് ജമാലിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ആ വധശിക്ഷയിൽ നിന്ന് റദ്ദാക്കി നമുക്ക് റഹീമിനെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞത് തന്നെ മലയാളികളുടെ ഒരു കൂട്ടായ പ്രവർത്തനം, ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒരു കൂട്ടായ പ്രവർത്തനം കൂടിയാണ്. ഇന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണല്ലോ കുടുംബമടക്കം ഈ വിധി കാത്ത്. തീർച്ചയായും അന്ന, അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് കുടുംബം. കഴിഞ്ഞ 7 തവണയും മാറ്റിവെച്ചപ്പോൾ വളരെയേറെ പ്രയാസത്തിലായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത്. അബ്ദുൾ റഹീമിൻ്റെ ഉമ്മയുടെ കാര്യം നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. ഏറ്റവും അവസാനമായി ഞാൻ കാണുന്ന സമയത്ത് പൊട്ടിക്കരയുകയായിരുന്നു ഉമ്മ. എന്തിനാണ് എൻ്റെ മകനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്, വധശിക്ഷ ഒഴിവായി കിട്ടിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു ഉമ്മയാണ് അവസാനമായി എനിക്ക് അവിടെ പോയപ്പോൾ കാണാൻ സാധിച്ചിരുന്നത്. എന്തായാലും ഇന്നെങ്കിലും ഈ ഒരു മോചനത്തിലുള്ള വിധി ഉണ്ടാകും എന്ന് പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. നേരത്തെ ജമാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അറബ് നാടുകളിൽ റംസാൻ വരികയാണ്. ആ റംസാൻ്റെ ഒരു പരിഗണന ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഇപ്പോൾ കുടുംബത്തിനുണ്ട്. ആ റംസാൻ മാസത്തിലെങ്കിലും മോചനം ലഭിക്കും, അബ്ദുൾ റഹീം ഇവിടെ എത്തും എന്നുള്ളതാണ് അവരുടെ ഏക പ്രതീക്ഷ. ഒരു വലിയ ഒരു പ്രതീക്ഷയായി തന്നെ അത് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പബ്ലിക് റൈറ്റ്സിന്റെ നടപടിക്രമം പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നിയമപരമായ പ്രശ്നങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനസ് അൽ ഷാഹിരിയുടെ കുടുംബം, അതായത് മരണപ്പെട്ട അനസ് അൽ ഷാഹിരി സൗദി ബാലന്റെ കുടുംബം ദിയാദനം വാങ്ങിയതിന് ശേഷം സമ്മതിച്ച കാര്യമാണ്. അത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതും അതിൻ്റെ കോടതിയിൽ വിട്ടയക്കാൻ വേണ്ടി അവരടക്കം പറഞ്ഞ കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ വധശിക്ഷയിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. എന്നാൽ മോചനം കാത്ത് കഴിയുകയാണ് കുടുംബം. എത്രയും പെട്ടെന്ന് 2006-ലാണ് ജയിലിലാകുന്നത്. 2006-ലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് അബ്ദുൾ റഹീം ഇവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കഴിയുകയാണ് കുടുംബം ഇപ്പോൾ. ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥന, നമ്മുടെയൊക്കെ പ്രതീക്ഷ, അതിലേക്ക് നമ്മൾ കുറെ കൂടി അടുത്തു എന്ന നല്ല ചിന്തയോടെ നമുക്ക് ഇപ്പോഴത്തെ ഈ വിവരങ്ങളൊക്കെ ഇവർ രണ്ടുപേരും, ജമാലും അതുപോലെ ജോഷിലയും തന്ന വിവരം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നു. റംസാൻ വ്രതശുദ്ധിയുടെ നാളുകൾ വരാൻ പോകുന്നു. അതിനു മുമ്പ് റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടല്ല, മോചനം തന്നെ സംഭവിക്കട്ടെ എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്.